നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. മതമൈത്രിയുടെ പ്രവാചകൻ ഫാദർ ആൽബർട്ട് നമ്പ്യാപറമ്പിൽ CMI അനുസ്മരണ സമ്മേളനം തൊടുപുഴ ഉപാസന ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു. PG ജോസഫ് MLA ഉദ്ഘാടനം നിർവഹിച്ചു. വണ്ണപ്പുറം കമ്പകക്കാനത്ത് കാട്ടുതീ. റോഡരികിൽ കൂട്ടിയിട്ടിരുന്ന ചപ്പുചവറുകളിൽ നിന്നാണ് തീ പടർന്നതെന്നാണ് നിഗമനം. പാതവില തട്ടിപ്പിന് ഇരയായവരുടെ പ്രതിഷേധ സംഗമം കരിമണ്ണൂർ കുന്നപ്പള്ളി ഓഡിറ്റോറിയത്തിൽ നടന്നു. തൊടുപുഴ ഇളന്തേശം ബ്ലോക്കുകളുടെ കീഴിലുള്ള 350-ൽ പരം ആളുകൾ പങ്കെടുത്തു. BJP ഇടുക്കി ജില്ലാ നോർത്ത് പ്രസിഡന്റായി PP സാനുവും തൊടുപുഴ മണ്ഡലം പ്രസിഡന്റായി ശ്രീകാന്ത് കാഞ്ഞിരമറ്റവും ചുമതലയേറ്റു. യോഗം BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി C കൃഷ്ണകുമാർ ഉദ്ഘാടനം ചെയ്തു. മന്ന ചാരിറ്റബിൾ ട്രസ്റ്റിന്റെയും ഉമ്മൻചാണ്ടി സ്നേഹസ്പർശം പദ്ധതിയുടെയും ഭാഗമായി കഞ്ഞിക്കുഴി മഴുവടി ഉമ്മൻചാണ്ടി കോളനിയിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് നടത്തി. ക്യാമ്പിന്റെ ഉദ്ഘാടനം ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് നിർവഹിച്ചു. വാർത്തകൾ വിശദമായി. മതമൈത്രിയുടെ പ്രവാചകൻ ഫാദർ ആൽബർട്ട് നമ്പ്യാപറമ്പിൽ CMI അനുസ്മരണ സമ്മേളനം തൊടുപുഴ ഉപാസന ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു. PG ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. മുൻ കേന്ദ്രമന്ത്രി അഡ്വക്കേറ്റ് PC തോമസ് അനുസ്മരണ പ്രഭാഷണം നടത്തി. ഫാദർ മാത്യു മഞ്ഞക്കുന്നിൽ CMI അധ്യക്ഷത വഹിച്ചു. ഉപാസന ഡയറക്ടർ ഫാദർ പ്രിൻസ് പരത്തിന് സ്വാഗതം ആശംസിച്ചു. മതമൈത്രിയുടെ പ്രവാചകൻ, തത്വചിന്തകൻ, ദൈവശാസ്ത്രജ്ഞൻ, സാമൂഹ്യ പരിഷ്കർത്താവ് തുടങ്ങിയ നിലകളിൽ അറിയപ്പെട്ടിരുന്ന ഫാദർ ആൽബർട്ട് നമ്പ്യാപറമ്പിൽ CMIയുടെ സ്മരണാർത്ഥം തൊടുപുഴ ഉപാസന ഓഡിറ്റോറിയത്തിൽ അനുസ്മരണ സമ്മേളനം നടത്തി. നിരവധി വ്യക്തികളുടെ സാന്നിധ്യത്തിൽ PJ ജോസഫ് MLA ഉദ്ഘാടനം നിർവഹിച്ചു. ഉപാസനയുടെ പ്രവർത്തനങ്ങൾ വളരെ സജീവമാക്കി കാലികമായ വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് എല്ലാ ഞായറാഴ്ചകളിലും ഇവിടെ പരിപാടികൾ നടത്തിയിട്ടുള്ളത് ഞാൻ ഓർക്കുകയാണ്. ഇവിടെ എത്ര പ്രാവശ്യം വന്നിട്ടുണ്ടെന്ന് ചോദിച്ചാൽ എനിക്ക് കൃത്യമായ ഓർമ്മയില്ല. എങ്കിലും പ്രധാനപ്പെട്ട എല്ലാ പരിപാടികളും പങ്കെടുക്കാൻ കഴിയുന്നു. ഇപ്പോൾ ഡയലോഗിൻ്റെ കാലഘട്ടം, ആശയവിനിമയം നടത്തുക, മതങ്ങൾ തമ്മിൽ, ക്രിസ്ത്യൻ സഭയും മറ്റ് മതങ്ങളും തമ്മിലുള്ള ഡയലോഗ് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഇതേപ്പറ്റിയാണ് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ആൽബർട്ട് നമ്പ്യാപറമ്പിൽ തുടങ്ങി വെച്ച ഉപാസനയിൽ അദ്ദേഹത്തെ അനുസ്മരിക്കുന്നത് ഏറ്റവും പ്രസക്തമാണ്, ഉചിതമാണ്. എന്തൊക്കെയുള്ള പ്രശ്നത്തിന് മുന്നിലില്ല. മുൻ കേന്ദ്രമന്ത്രി അഡ്വക്കേറ്റ് PC തോമസ്, ആശ്രമം സുപ്പീരിയർ ഫാദർ കുര്യൻ പുത്തൻപുരയ്ക്കൽ CMI, ഫാദർ ടോമി നമ്പ്യാപറമ്പിൽ CMI, ജോഡി N വർഗീസ് എന്നിവർ അനുസ്മരണ പ്രഭാഷണം നടത്തി. കാരണം അത്രമാത്രം ജനങ്ങൾക്ക് പ്രയോജനമുള്ള കാര്യങ്ങൾ തൻ്റെ കഴിവിലൊറ്റ മുഴുവൻ പ്രയോഗിച്ചുകൊണ്ട് പഠിച്ച് ജനങ്ങൾക്ക് പ്രയോജനപ്പെടുത്തി കൊടുക്കുന്ന ഒരു രീതി അദ്ദേഹത്തിനുണ്ടായിരുന്നു. നമ്പ്യാപറമ്പിലിനെ നമുക്കെല്ലാവർക്കും ഓർമ്മിക്കുവാൻ കഴിയുന്നത് പോലെ ഏത് കാര്യത്തിലും നല്ല വിധത്തിലുള്ള നേതൃത്വം കൊടുക്കുവാനായിട്ട് ആ നേതൃത്വത്തിൻ്റെ കഴിവ് അദ്ദേഹം പ്രകടിപ്പിക്കുമ്പോൾ അതിൻ്റെ പ്രയോജനം അതുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും ഏതെങ്കിലും അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ കിട്ടുമായിരുന്നു എന്നുകൊണ്ട് ഞാൻ സ്മരിക്കുകയാണ്. ഉപാസനയുടെ തുടക്കത്തിൽ ഞാൻ അന്ന് തൊടുപുഴയിൽ അഡ്വക്കേറ്റ് എന്ന നിലയ്ക്ക് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്ന കാലത്താണ്. ഇപ്പോഴും ഇതിൻ്റെ തൊട്ട് താഴെയാണ് നിങ്ങളുടെ ഓഫീസ്. അവിടെ ഓഫീസർ ഇട്ട് നിങ്ങളുടെ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ നമ്പ്യാപറമ്പിൽ വെച്ച് അച്ഛനുമായിട്ട് ബന്ധപ്പെടുവാനായിട്ട് വന്നു. കൂടുതൽ പരിചയപ്പെടാനായിട്ട് വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള രീതി വെച്ചുകൊണ്ട് എങ്ങനെയാണ് ഈ
ഫാദർ മാത്യു മഞ്ഞക്കുന്നൽ CMI അധ്യക്ഷത വഹിച്ചു. പ്രൊഫസർ ഡോക്ടർ കുര്യാസ് കുമ്പളക്കുഴി മുഖ്യപ്രഭാഷണം നടത്തി. ഉപാസന ഡയറക്ടർ ഫാദർ പ്രിൻസ് പരത്തിനാൽ സ്വാഗതവും ഉപാസന സെക്രട്ടറി ഡോക്ടർ ജോൺ മുഴുത്തേറ്റ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ തൊടുപുഴ. വണ്ണപ്പുറം കമ്പകക്കാനത്ത് കാട്ടുതീ. റോഡരികിൽ കൂട്ടിയിട്ടിരുന്ന ചപ്പുചവറുകളിൽ നിന്നാണ് തീ പടർന്നതെന്നാണ് നിഗമനം. തൊടുപുഴ ഫയർഫോഴ്സ് എത്തി തീ അണയ്ക്കാൻ ശ്രമം തുടങ്ങി. വേനൽ തുടങ്ങിയിട്ടും ഫയർ ലൈനുകൾ സ്ഥാപിക്കാൻ ഫോറസ്റ്റ് അധികൃതർ തയ്യാറാകാത്തതാണ് തീപിടിക്കാൻ കാരണമെന്ന് നാട്ടുകാർ പറഞ്ഞു. വണ്ണപ്പുറത്തിന് ഒരു ഫയർ യൂണിറ്റ് ആവശ്യം നാളുകളായി ഉന്നയിച്ചിട്ടും നടപടിയായില്ലെന്നും അവർ ആരോപണമുയർത്തി. വണ്ണപ്പുറം കമ്പകക്കാനത്ത് രണ്ടിടങ്ങളിലായാണ് കാട്ടുതീ പടർന്നു പിടിച്ചത്. റോഡരികിൽ കൂട്ടിയിട്ടിരുന്ന ചപ്പുചവറുകളിൽ നിന്നാണ് തീ പടർന്നതെന്നാണ് നിഗമനം. തൊടുപുഴ ഫയർഫോഴ്സ് എത്തി തീ നിയന്ത്രണ വിധേയമാക്കി. വനമേഖലയിൽ ഉൾപ്പെട്ട ഈ ഭാഗത്ത് വേനൽ തുടങ്ങിയിട്ടും ഫയർ ലൈൻ തെളിയിക്കാൻ ഫോറസ്റ്റ് തയ്യാറാകാത്തതാണ് തീപിടിക്കാൻ കാരണമെന്ന് നാട്ടുകാർ പറഞ്ഞു. കഴിഞ്ഞ വർഷവും ഇതേ ഭാഗത്ത് കാട്ടുതീ ഉണ്ടായതിനെ തുടർന്ന് വനമേഖല കത്തി നശിച്ചിരുന്നു. ഹൈറേഞ്ചിലേക്കുള്ള പ്രധാന പാത കടന്നുപോകുന്ന ഇവിടെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ വാഹനങ്ങൾക്ക് തീ പിടിക്കുന്നതടക്കം അപകടങ്ങൾ ഉണ്ടാകാറുണ്ട്. വണ്ണപ്പുറത്തോ സമീപ പ്രദേശങ്ങളിലോ അപകടം നടന്നാൽ 19 കിലോമീറ്റർ ദൂരെ നിന്നും ഫയർഫോഴ്സ് എത്തുമ്പോഴേക്കും പൂർണ്ണമായും നാശനഷ്ടം സംഭവിക്കുന്ന സ്ഥിതിയാണ്. വണ്ണപ്പുറത്ത് ഒരു ഫയർ യൂണിറ്റ് എന്ന ആവശ്യം ഏറെ നാളുകളായി ഉന്നയിച്ചിട്ടും ഒരു നടപടിയും ഉണ്ടായിട്ടില്ലെന്നും നാട്ടുകാർ ആരോപിക്കുന്നു. എന്തായാലും നമുക്ക് വണ്ണപ്പുറത്ത് ഒരു അത്യാവശ്യമാണ്. വർഷങ്ങളായിട്ട് ഇത് നിലവിൽ പോരാടുന്ന ഒരു കേസാണ്. പക്ഷെ ഇതുവരെ ഇതിനൊരു തീരുമാനം ഒന്നടങ്കം ആവശ്യപ്പെടുന്ന കാര്യമാണ്. എല്ലാ വർഷവും സ്ഥിരമായിട്ട് ഈ റോഡ് സൈഡ് കത്തുന്നതാണ്. അപ്പോൾ ഇത് കത്തുന്നുണ്ടെന്നുള്ള വിവരം നമ്മൾ ഫയർഫോഴ്സിൽ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ മണ്ട വരെ കത്തിപ്പോയി കഴിഞ്ഞാലും അവരിവിടെ ഇപ്പോഴാണ് എത്തുന്നത്. മേള് വരെ കത്തിപ്പോയി. നമുക്ക് ഈ വണ്ണപ്പുറത്ത് ഇവിടെ അടുത്ത് എവിടെയെങ്കിലും ഒരു ഫയർഫോഴ്സിൻ്റെ യൂണിറ്റ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഇതിവിടെ എത്തിക്കാൻ പറ്റും. ഇത് എല്ലാ വർഷവും സ്ഥിരമായിട്ടുള്ളപ്പം ഉറപ്പായിട്ടും ഈ അടുത്ത പ്രദേശത്ത് തന്നെ ഫയർഫോഴ്സിൻ്റെ ഒരു യൂണിറ്റ് ഉണ്ടായിരുന്നെങ്കിൽ വലിയ ഉപകാരമായിരുന്നു. ഇത് ഈ റോഡ് സൈഡിൽ കൊണ്ട് വേസ്റ്റ് ഇടുന്നത് കൊണ്ടും ഈ ആരെങ്കിലും സിഗരറ്റ് കത്തിച്ചിട്ട് ഇട്ടിട്ട് പോകാതായിരിക്കാം. എങ്ങനെയാണെന്ന് അറിയത്തില്ല. എല്ലാ വർഷവും എല്ലാ ആണ്ടിലും ഇത് കത്തണുണ്ട്. തുടർന്ന് ഒരു ലോഡ് വന്നിട്ട് മണിക്കൂറുകൾ പിടിക്കും. അത് ലോഡ് വെച്ച് കയറി വന്നത് മുഴുവൻ കയറ്റമാണ്. കയറ്റോട് വരുമ്പോഴത്തേക്കും തീപിടുത്തം കഴിയാനുള്ള കഴിയും. ഇതിന് പഠിക്കാമെന്ന് പറഞ്ഞാൽ പഠിക്കാത്ത മുഴുവൻ ഭയങ്കര കൃഷിഭൂമികളാണ്. അപ്പോൾ ഈ തീ അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ അവിടുത്തെ കൃഷികൾ മുഴുവൻ കത്തി നശിക്കും. മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രാജീവ് ഭാസ്കറിന്റെ നേതൃത്വത്തിൽ ഫയർ സ്റ്റേഷന്റെ പ്രവർത്തനങ്ങൾ 90% പൂർത്തീകരിച്ചെങ്കിലും സർക്കാർ അനുമതി നിഷേധിക്കുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, വണ്ണപ്പുറം. പാതവില തട്ടിപ്പിന് ഇരയായവരുടെ പ്രതിഷേധ സംഗമം കരിമണ്ണൂർ കുന്നപ്പള്ളി ഓഡിറ്റോറിയത്തിൽ നടന്നു. തൊടുപുഴ ഇളന്തേശം ബ്ലോക്കുകളുടെ കീഴിലുള്ള 350-ൽ പരം ആളുകൾ പങ്കെടുത്തു. വിഷയത്തിൽ എത്രയും പെട്ടെന്ന് നിയമ നടപടികൾ സ്വീകരിക്കണമെന്ന് അവർ ആവശ്യപ്പെട്ടു. യോഗത്തിൽ തുടർ നടപടികൾ ചർച്ച ചെയ്ത് തീരുമാനിക്കുന്നതിന് ആക്ഷൻ കൗൺസിലും രൂപീകരിച്ചു. ആക്ഷൻ കൗൺസിൽ രക്ഷാധികാരിയായി അഡ്വക്കേറ്റ് ബേസിൽ ജോൺ, ചെയർപേഴ്സണായി ലിസി ബാബു, വൈസ് ചെയർമാനായി PA സുധീർ, ട്രഷററായി നൂഹ് മുഹമ്മദ് എന്നിവരെ തിരഞ്ഞെടുത്തു. പാതിവില തട്ടിപ്പിനിരയായവരുടെ ഒരു യോഗം തൊടുപുഴ കരിമണ്ണൂർ കുന്നപ്പള്ളി ഓഡിറ്റോറിയത്തിൽ ചേർന്നു. തൊടുപുഴ ഇളംദേശം ബ്ലോക്കുകളുടെ കീഴിലുള്ള 350-ൽ പരം ആളുകൾ പങ്കെടുത്തു. പാതിവില തട്ടിപ്പിന്റെ തട്ടിപ്പ് വിഹിതം സംഭാവനയായോ കൈക്കൂലിയായോ കൈപ്പറ്റിയുള്ള മുഴുവൻ ആളുകളിൽ നിന്നും അത് തിരിച്ചുപിടിക്കാൻ നടപടികൾ ഉണ്ടാകുമെന്നും തട്ടിപ്പ് വിഹിതം സംഭാവനയായി കൈപ്പറ്റിയുള്ള വ്യക്തികളെയും രാഷ്ട്രീയ പാർട്ടികളെയും അന്വേഷണ പരിധിയിൽ ഉൾപ്പെടുത്തണമെന്നും തട്ടിപ്പ് കേസിൽ പങ്കാളികളായിട്ടുള്ള ഉന്നത സ്വാധീനമുള്ള വ്യക്തികൾക്കെതിരെയും നിയമ നടപടികൾ സ്വീകരിക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടു. ഇനിയെങ്കിലും നിങ്ങളുടെ വരുന്ന തലമുറയെങ്കിലും ഇത്തരം തട്ടിപ്പുകൾ
വരുന്ന തലമുറയ്ക്ക് പണം നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ പ്രിയപ്പെട്ട ആളുകൾ നിങ്ങളോട് പറയുകയാണ്, നിങ്ങൾ രാഷ്ട്രീയക്കാരെ ഞാൻ ഇന്നലെ കഴിച്ചു CPM, കോൺഗ്രസും BJP നേതൃത്വം ഏറ്റെടുത്ത് നമ്മൾ ഒപ്പം നിൽക്കുക. ഞാൻ അതിന്റെ ഒരു ആശങ്കയാണ് പറയുകയാണ്, ഏത് പാർട്ടിയുടെ നേതാക്കന്മാരും ഒന്ന് നേതൃത്വം ഏറ്റെടുക്കുക, അവർക്ക് നമ്മളെക്കാൾ ശക്തിയുണ്ടാവും. യോഗത്തിൽ തുടർ നടപടികൾ ചർച്ച ചെയ്ത് തീരുമാനിക്കുന്നതിന് ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചു. ഓരോ പഞ്ചായത്തിൽ നിന്നും 2 വീതവും മുനിസിപ്പാലിറ്റിയിൽ നിന്ന് 5 വീതവും ആളുകളെ ആക്ഷൻ കൗൺസിൽ അംഗങ്ങളായി തിരഞ്ഞെടുത്തു. ജാതിമത രാഷ്ട്രീയ ചിന്തകൾക്ക് അതീതമായി ജനങ്ങളുടെ പണം തിരികെ ലഭിക്കുന്നതിന് ഒരുമിച്ച് നിൽക്കുവാനും സാധ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുവാനും തീരുമാനിച്ചു. ആക്ഷൻ കൗൺസിൽ രക്ഷാധികാരിയായി അഡ്വക്കേറ്റ് ബേസിൽ ജോൺ, ചെയർപേഴ്സണായി ലിസി ബാബു, വൈസ് ചെയർമാനായി PA സുധീർ, ട്രഷററായി നൂഹ് മുഹമ്മദ് എന്നിവരെ തിരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കരിമണ്ണൂർ. BJP ഇടുക്കി ജില്ലാ നോർത്ത് പ്രസിഡന്റായി PP സാനുവും തൊടുപുഴ മണ്ഡലം പ്രസിഡന്റായി ശ്രീകാന്ത് കാഞ്ഞിരമറ്റവും ചുമതലയേറ്റു. യോഗം BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി C കൃഷ്ണകുമാർ ഉദ്ഘാടനം ചെയ്തു. അടിയന്തരാവസ്ഥ തടവുകാർ ഉൾപ്പെടെ സംഘപരിവാർ സംഘടനകളുടെ പഴയകാല പ്രവർത്തകരെ സമ്മേളനത്തിൽ ആദരിച്ചു. BJP ഇടുക്കി ജില്ലാ നോർത്ത് പ്രസിഡന്റായി PP സാനുവും തൊടുപുഴ മണ്ഡലം പ്രസിഡന്റായി ശ്രീകാന്ത് കാഞ്ഞിരമറ്റവും ചുമതലയേറ്റു. നിരവധി പ്രവർത്തകരുടെ സാന്നിധ്യത്തിൽ BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി C കൃഷ്ണകുമാർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. നാഷണൽ കൗൺസിൽ അംഗം PM വേലായുധൻ, സംസ്ഥാന സമിതി അംഗം PA വേലുക്കുട്ടൻ, KN ഗീതാകുമാരി, ജില്ലാ ജനറൽ സെക്രട്ടറി ശ്രീ രതീഷ് വരകുമല, ശശി ചാലക്കൽ, K കുമാർ, ശ്രീനഗരി രാജൻ, ശ്രീവിദ്യ രാജേഷ്, MN ജയചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. ഭാരതീയ ജനതാ കക്ഷിയുടെ സംഘടനാ தேர்தலில் സെപ്റ്റംബർ മാസം മുതൽ ഇന്ന് വരെ എല്ലാ ഗ്രാമങ്ങളിലും എല്ലാ ബൂത്തുകളിലും சராசரி 200 மெம்பர்கள் உறுப்பினரை சேர்த்துக்கொண்டு மிகப்பெரிய கட்சியாக வளர வேண்டும் என்று மாநில கமிட்டியும் மத்திய கமிட்டியும் எடுத்த தீர்மானத்தின் அடிப்படையில் 4 மாத காலமாக ஒவ்வொரு தொண்டனும் ஒவ்வொரு கிளையிலும் 50, 200, 250, 500 ஆட்களை சேர்த்துக் கொண்ட கட்சியினுடைய திடமான செயல்பாடுக்காக உழைத்துக் கொண்டிருக்கிறார்கள். അടിയന്തരാവസ്ഥ തടവുകാരുൾപ്പെടെ സംഘപരിവാർ സംഘടനകളിലെ പഴയകാല പ്രവർത്തകരെ യോഗത്തിൽ ആദരിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. മന്ന ചാരിറ്റബിൾ ട്രസ്റ്റിന്റെയും ഉമ്മൻചാണ്ടി സ്നേഹസ്പർശം പദ്ധതിയുടെയും ഭാഗമായി കഞ്ഞിക്കുഴി മഴുവടി ഉമ്മൻചാണ്ടി കോളനിയിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ക്യാമ്പിന്റെ ഉദ്ഘാടനം അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP നിർവഹിച്ചു. മന്ന ചാരിറ്റബിൾ മാനേജിംഗ് ട്രസ്റ്റി ഡോക്ടർ മറിയ ഉമ്മൻ അധ്യക്ഷത വഹിച്ചു. സിനിമാ താരം രാജേഷ് അടിമാലി ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു. തിരുവനന്തപുരം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന മന്ന ചാരിറ്റബിൾ ട്രസ്റ്റിന്റെയും ഉമ്മൻചാണ്ടി സ്നേഹസ്പർശം പദ്ധതിയുടെ ഭാഗമായി ആലുവ രാജഗിരി ഹോസ്പിറ്റലിന്റെ സഹകരണത്തോടെയാണ് മഴുവടി ഉമ്മൻചാണ്ടി കോളനിയിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത്. ഉമ്മൻചാണ്ടി ഛായാചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തി. തുടർന്ന് നടന്ന മെഡിക്കൽ ക്യാമ്പിന്റെ ഉദ്ഘാടന ചടങ്ങിൽ മന്ന ചാരിറ്റബിൾ മാനേജിംഗ് ട്രസ്റ്റി ഡോക്ടർ മറിയ ഉമ്മൻ അധ്യക്ഷത വഹിച്ചു. ഇടുക്കി MP ഡീൻ കുര്യാക്കോസ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. സാധാരണക്കാർക്ക് വേണ്ടി പ്രവർത്തിച്ച രാഷ്ട്രീയ നേതാവായിരുന്നു ഉമ്മൻചാണ്ടിയെന്നും ഉമ്മൻചാണ്ടിയുടെ പ്രവർത്തന രീതി കേരളത്തിന് മാത്രമല്ല രാജ്യത്തിന് തന്നെ മാതൃകയാണ് എന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ MP ഡീൻ കുര്യാക്കോസ് പറഞ്ഞു. ഈ മെഡിക്കൽ ക്യാമ്പിന് അതിൻ്റെതായ ഒരു പ്രത്യേകതയുണ്ട്. ഒന്ന്, യശസ്വരീയനായ ഉമ്മൻചാണ്ടി സാറിന്റെ നാമധേയത്തിലാണ് ഈ ക്യാമ്പ് ഇവിടെ നടക്കുന്നത്. പേരുകൊണ്ട് തന്നെ ഉമ്മൻചാണ്ടി സാറിനോട് ഏറ്റവും ആഭിമുഖ്യം പുലർത്തിയിട്ടുള്ള ഒരു പ്രദേശമാണ് മഴുവടി കോളനി എന്നുള്ളത് നമുക്കറിയാം. ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി എനിക്ക് തോന്നിയിട്ടുള്ളത്, ഉമ്മൻചാണ്ടി സാറ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ സാധാരണക്കാർക്കൊപ്പം നിന്ന് പ്രവർത്തിച്ചിട്ടുള്ള ഒരു ജനനേതാവാണ്. സാധാരണക്കാരുടെ ജീവിത പ്രശ്നങ്ങളിൽ പാവപ്പെട്ടവരോട് ഓരം ചേർന്ന് നിന്നുകൊണ്ട് അവരുടെ യാഥാർത്ഥ്യങ്ങളുമായി പൊരുത്തപ്പെട്ടുകൊണ്ട് അവർക്ക് സഹായങ്ങൾ നൽകിയിട്ടുണ്ട്. ഒരു ജനപ്രതിനിധി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു ജനനേതാവ് എന്ന് പറയുന്നത്, അതിലൊരു പൊതുപ്രവർത്തനം എന്ന് പറയുന്നത് സാധാരണക്കാരോട് ആഭിമുഖ്യം പ്രകടിപ്പിക്കലാണ് എന്ന് കേരളത്തിന്, ലോകത്തിന് കാണിച്ചു തന്നിട്ടുള്ള ഉത്തമനായ ഒരു പൊതുപ്രവർത്തകനായിരുന്നു ഉമ്മൻചാണ്ടി. സിനിമാ താരം രാജേഷ് അടിമാലി ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു. ആശംസയറിയിച്ച ക്യാമ്പ് കോർഡിനേറ്റർ ജോബി ചാലിൽ, ഊരുമൂപ്പൻ സുകുമാരൻ കുന്നുംപുറത്ത്, കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രാജേശ്വരി രാജൻ, സോയിമോൻ സണ്ണി, ടോമി തണൂലിൽ, രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ നിരവധി ആളുകളും ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. ക്യാമ്പിൽ രാജഗിരി ഹോസ്പിറ്റലിലെ 6ഓളം ഡോക്ടർമാരുടെ സേവനം ലഭ്യമായിരുന്നു. നിരവധി ആളുകൾ ക്യാമ്പിന്റെ സേവനം പ്രയോജനപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. കാരിക്കോട് ഭഗവതി ക്ഷേത്രത്തിലെ കുംഭഭരണി മഹോത്സവത്തോടനുബന്ധിച്ച് ബുക്ക്ലെറ്റ് പ്രകാശനം ചെയ്തു. ഡെപ്യൂട്ടി DMO ഡോക്ടർ ശരത് ജി റാവു ബുക്ക്ലെറ്റിന്റെ പ്രകാശനം നിർവഹിച്ചു. ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് KP ചന്ദ്രൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ
സെക്രട്ടറി ജയകൃഷ്ണൻ പുതിയടത്ത്, വൈസ് പ്രസിഡന്റ് എം രാജീവ്, കിരിയാമഠത്തിൽ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. കാരിക്കോട് ഭഗവതി ക്ഷേത്രത്തിലെ കുംഭഭരണി മഹോത്സവത്തോടനുബന്ധിച്ച് ക്ഷേത്ര ഉപദേശക സമിതി തയ്യാറാക്കിയ ബുക്ക്ലെറ്റിന്റെ പ്രകാശനം നടത്തി. ക്ഷേത്ര മഹാത്മ്യം, ചരിത്രം, ആചാരാനുഷ്ഠാനങ്ങൾ, ഉത്സവാഘോഷത്തിലെ ക്ഷേത്ര ചടങ്ങുകൾ, കാര്യപരിപാടികൾ, കലാപരിപാടികൾ, സാംസ്കാരിക രാഷ്ട്രീയ നേതാക്കളുടെ ആശംസകൾ എന്നിവയെല്ലാം ഉൾപ്പെടുത്തി തയ്യാറാക്കിയ ബുക്ക്ലെറ്റ് നോട്ടീസാണ് ഭക്തജനങ്ങളുടെ സാന്നിധ്യത്തിൽ പുറത്തിറക്കിയത്. ഡെപ്യൂട്ടി DMO ഡോക്ടർ ശരത് ജി റാവു ബുക്ക്ലെറ്റിന്റെ പ്രകാശനം നിർവഹിച്ചു. എല്ലാ വെള്ളിയാഴ്ചകളിലും നമ്മുടെ 3 ക്ഷേത്രങ്ങളിൽ വരികയും പ്രാർത്ഥിക്കുകയും കുടുംബപരമായിട്ട് ചെയ്തിരിക്കുകയും പോകുന്നൊരു ആചാരമായിരുന്നു. അന്ന് അദ്ദേഹം പറഞ്ഞു തന്നൊരു കാര്യമുണ്ട്. നമ്മുടെ കാരിക്കോട് കരയുടെ ഈ കരയുടെ ദേവത എന്ന് പറയുന്നത് കാരിക്കോട്ടമ്മ, പിന്നെ മറ്റേ സൈഡിൽ ശ്രീകൃഷ്ണൻ, അതിന് മറ്റും സൈഡിൽ മഹാദേവനുണ്ട്. കാരിക്കോടമ്മയുടെ ഉത്സവത്തെ സംബന്ധിച്ചിടത്തോളം ഉത്സവം അത് എല്ലാ ദിവസങ്ങളിലും അവസാന ദിവസം ഗരുഡൻ തൂക്കമായാലും ജാതിമത ഭേദമന്യേ എല്ലാവരും ആഘോഷിക്കുന്ന ഒരു വലിയ ഉത്സവം തന്നെയായിട്ടാണ് വന്നിരിക്കുന്നത്. ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് KP ചന്ദ്രൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സെക്രട്ടറി ജയകൃഷ്ണൻ പുതിയടത്ത്, വൈസ് പ്രസിഡന്റ് M രാജീവ് കിരിയാമഠത്തിൽ, ക്ഷേത്രം വെളിച്ചപ്പാട് മധു KS, ഉപദേശക സമിതി അംഗങ്ങളായ ബിജു ചീരാമ്പറമ്പിൽ, ബൈജു പാറത്താഴത്ത്, അഡ്വക്കേറ്റ് MS വിനയരാജ്, ഹരി KR, രത്നമ തങ്കപ്പൻ, ലീമോൻ പനമുള്ളിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ഫെഡറൽ ബാങ്ക് എംപ്ലോയീസ് യൂണിയൻ തൊടുപുഴ റീജിയണൽ സമ്മേളനം ചെറുതോണിയിൽ സംഘടിപ്പിച്ചു. ഫെഡറൽ ബാങ്ക് എംപ്ലോയീസ് യൂണിയൻ തൊടുപുഴ റീജിയണൽ ചെയർമാൻ അനീഷ് ജെയിൻ പതാക ഉയർത്തി. ഓൾ കേരള ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷൻ ഇടുക്കി ജില്ലാ ചെയർമാൻ എബിൻ ജോസ് ഉദ്ഘാടനം ചെയ്തു. പുതിയ ഭാരവാഹികളെയും തിരഞ്ഞെടുത്തു. സാനിഫ് ബഷീർ ചെയർമാൻ, ജിസ്റ്റോം വൈസ് ചെയർമാൻ, ജെയ്സിൽ ജെ വേളാച്ചേരിൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരെയാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. ഫെഡറൽ ബാങ്ക് എംപ്ലോയീസ് യൂണിയൻ തൊടുപുഴ റീജിയണൽ സമ്മേളനം ചെറുതോണിയിൽ നടന്നു. ഫെഡറൽ ബാങ്ക് എംപ്ലോയീസ് യൂണിയൻ തൊടുപുഴ റീജിയണൽ ചെയർമാനും സമ്മേളന അധ്യക്ഷനുമായ അനീഷ് ജയൻ പതാക ഉയർത്തിയതോടെ സമ്മേളനം ആരംഭിച്ചു. ഓൾ കേരള ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷൻ ഇടുക്കി ജില്ലാ ചെയർമാൻ എബിൻ ജോസ് ഉദ്ഘാടനം നിർവഹിച്ചു. എറണാകുളം മേഖലയിലുള്ള പ്രശ്നങ്ങളായിരിക്കില്ല, ബ്രാഞ്ചുകളിലെ പ്രശ്നങ്ങളായിരിക്കില്ല തൊടുപുഴ മേഖലയിലുള്ളത്, അതുപോലെ ആയിരിക്കില്ല കോട്ടയം മേഖലയിലുള്ളത്. അപ്പോൾ ആ കാര്യങ്ങൾ അവതരിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ആ മേഖലയിലുള്ള ജീവനക്കാരുടെ ഒരു സമ്മേളനം വിളിച്ച് അവരെല്ലാവരും ചർച്ച ചെയ്ത് കൃത്യമായി ഇവിടെ സംസ്ഥാന നേതാക്കളുണ്ട്, അതുകൂടാതെ റീജിയണൽ കമ്മിറ്റി ഭാരവാഹികളുണ്ട്, ഇവരെയൊക്കെ അറിയിച്ച് നമ്മൾ സംസ്ഥാന സമ്മേളനത്തിൽ, ദേശീയ സമ്മേളനത്തിൽ അവതരിപ്പിക്കേണ്ട വിഷയങ്ങളെക്കുറിച്ച് നമ്മളൊരു ധാരണയുണ്ടാക്കും. ആ കാര്യങ്ങളാണ് ദേശീയ സമ്മേളനത്തിൽ ചെന്ന് ഇവിടുന്ന് പോകുന്ന പ്രതിനിധി സഹാക്കൾ അവതരിപ്പിക്കുന്നത്. ആ അവതരിപ്പിക്കുന്ന കാര്യങ്ങളിൽ വെച്ചിട്ടാണ് അടുത്ത 3 വർഷത്തേക്കോ അടുത്ത പീരീഡിലേക്കോ ഉള്ള നയരൂപീകരണങ്ങൾ നടക്കുന്നത്. ഇന്ന മേഖലകളിൽ ഇങ്ങനെ പ്രശ്നങ്ങളുണ്ട്, നമ്മൾ അടുത്ത തവണ വരുമ്പോൾ ഇന്ന കാര്യങ്ങൾ ഏറ്റെടുത്ത് ചെയ്യണം. പറഞ്ഞല്ലോ, മാമ്പളം പോലെയുള്ള എക്സ്ട്രീം സ്ഥലത്തുള്ള ബ്രാഞ്ചുകളൊക്കെ ഉണ്ട്. അപ്പോൾ അവരുടെയൊക്കെ പ്രത്യേകമായി പരിഗണിക്കേണ്ട ഒത്തിരി കാര്യം. ഫെഡറൽ ബാങ്ക് എംപ്ലോയീസ് യൂണിയൻ അഖിലേന്ത്യാ സെക്രട്ടറി PR സുജിത് മുഖ്യപ്രഭാഷണം നടത്തി. ഫെഡറൽ ബാങ്ക് എംപ്ലോയീസ് യൂണിയൻ അഖിലേന്ത്യാ അസിസ്റ്റന്റ് സെക്രട്ടറിയും ഓൾ കേരള ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷൻ ഇടുക്കി ജില്ലാ സെക്രട്ടറിയുമായ നഹാസ് P സലീം അഭിവാദ്യം ചെയ്ത് സംസാരിച്ചു. FPEU റീജിയണൽ വൈസ് ചെയർമാൻ ജിസ്റ്റോം സ്വാഗതം ആശംസിച്ചു. FPEU റീജിയണൽ സെക്രട്ടറി ജെസിൽ ജെ വേളാച്ചേരിൽ 3 വർഷത്തെ കാലയളവിലെ പ്രവർത്തന റിപ്പോർട്ടും FBEU ട്രഷറർ സാനിഫ് ബഷീർ കണക്കും അവതരിപ്പിച്ചു. പുതിയ ഭാരവാഹികളായി സാനിഫ് ബഷീർ ചെയർമാൻ, ജിസ്റ്റോം വൈസ് ചെയർമാൻ, ജെസിൽ ജെ വേളാച്ചേരിൽ സെക്രട്ടറി, രഞ്ജിത KK അസിസ്റ്റന്റ് സെക്രട്ടറി, ജിനേഷ് മോഹൻ ട്രഷറർ എന്നിവരെയും കമ്മിറ്റി അംഗങ്ങളായി അനീഷ് ജയൻ, വിപിൻ സെബാസ്റ്റ്യൻ, മനു തോമസ്, ജോമോൻ ജോർജ് എന്നിവരെയും തിരഞ്ഞെടുത്തു. ഫെഡറൽ ബാങ്ക് എംപ്ലോയീസ് യൂണിയന്റെ 30ാമത് ദേശീയ സമ്മേളനം ഏപ്രിൽ 26-27 തീയതികളിൽ കോട്ടയം മാമൻ മാപ്പിള ഹാളിൽ വെച്ച് നടക്കും. ദേശീയ സമ്മേളനത്തിൽ പങ്കെടുക്കേണ്ട പ്രതിനിധികളെ സമ്മേളനം തിരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, ചെറുതോണി. കോതമംഗലം ബ്ലോക്കിലെ പുന്നേക്കാട് ഓപ്പൺ എയർ മിനി സ്റ്റേഡിയം നാടിന് സമർപ്പിച്ചു. സ്റ്റേഡിയത്തിന്റെ ഉദ്ഘാടനം ആന്റണി ജോൺ MLA നിർവഹിച്ചു. കീരമ്പാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗോപി MP അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം റഷീദ സലീം സ്വാഗതം ആശംസിച്ചു. ഇതിനോടനുബന്ധിച്ച് വിവിധ കലാപരിപാടികളും നടത്തി. കീരമ്പാറ പഞ്ചായത്തിലെ 2ാം വാർഡിൽ പൂർത്തീകരിച്ച ഓപ്പൺ എയർ മിനി സ്റ്റേഡിയം നാടിന് സമർപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ റഷീദ സലീം അനുവദിച്ച 14 ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ടാണ് സ്റ്റേഡിയത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത്. പ്രവർത്തനോദ്ഘാടനം വിവിധ പരിപാടികളോടെ വിപുലമായാണ് സംഘടിപ്പിച്ചത്. നിരവധി വിശിഷ്ട വ്യക്തികളുടെ സാന്നിധ്യത്തിൽ സ്റ്റേഡിയത്തിന്റെ ഉദ്ഘാടനം ആന്റണി ജോൺ MLA നിർവഹിച്ചു. ജനങ്ങളുടെയൊക്കെ വലിയ സഹകരണത്തോടുകൂടി ആ പ്രവർത്തനത്തെ അതിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി നന്നായി ഇടപെടുന്നുണ്ട്. ഇപ്പോൾ നമുക്കറിയാം, ഒരു 94 ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ടാണ് നമ്മൾ ഫെൻസിങ്ങിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇപ്പോൾ ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ്. അതോടൊപ്പം തന്നെ ആവശ്യമായ എല്ലാ മേഖലയിലും വെളിച്ച സംവിധാനങ്ങൾ ഒരുക്കാനുള്ള ക്രമീകരണം ഏർപ്പെടുത്തുകയാണ്. പ്രത്യേകിച്ച് പുന്നേക്കാട് നിന്നും കുട്ടമ്പടിക്ക് പോകുന്ന തട്ടേക്കാട് വരെയുള്ള വഴികളിൽ
ഇപ്പോൾ അപകടങ്ങൾ പതിവായി വരുന്ന ഒരു സാഹചര്യത്തിൽ 12 ലക്ഷം രൂപ MLA ഫണ്ടിൽ നിന്ന് നമ്മൾ നീക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു പ്രത്യേക അനുമതി സർക്കാരിൽ നിന്നും ഇപ്പോൾ തന്നെ ലഭ്യമാകും. അപ്പം അതുകൂടി കഴിഞ്ഞാൽ നമുക്കതിലെ സ്ട്രീറ്റ് മെയിൻ വലിച്ച് ആവശ്യമായ വെളിച്ച സംവിധാനങ്ങൾ ഒരുക്കാൻ കഴിയും. അങ്ങനെ ജനങ്ങളുടെ നാടിൻ്റെ താല്പര്യം അറിഞ്ഞുകൊണ്ട് തന്നെ ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ ഇവിടെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അതിനൊരു നല്ലൊരു ഉദാഹരണം എന്നുള്ള നിലയിൽ ഇവിടെ ഈ ഒരു ഓപ്പൺ എയർ ഓഡിറ്റോറിയം, ഒരു മിനി ഓഡിറ്റോറിയം നന്നായി നമുക്ക് പൂർത്തീകരിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അങ്ങനെ അതുൾപ്പെടെ നിരവധി ഇപ്പോൾ ഈ പ്രദേശത്തുകൂടി ഉള്ളിലൂടെയുള്ള റോഡുകളുടെ എല്ലാ വികസനം, അതോടൊപ്പം തന്നെ ഇവിടെ തന്നെയാണ് ഇപ്പോൾ നമ്മുടെ കുടുംബാരോഗ്യ കേന്ദ്രം പ്രവർത്തിക്കുന്നത്. ആ കുടുംബാരോഗ്യ കേന്ദ്രം ഇപ്പോൾ കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ അവസാന ഘട്ടത്തിലാണ് നമ്മൾ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം കുടുംബാരോഗ്യ കേന്ദ്രമാക്കി മാറ്റിയിട്ടുള്ളത്. അവിടെ നമുക്കറിയാം ചില പോരായ്മകൾ. ഇപ്പോൾ 3 ഡോക്ടർമാരുണ്ട്, പഞ്ചായത്ത് ഒരു ഡോക്ടറെ നിലവിൽ വെച്ചിട്ടുണ്ട്. അതുൾപ്പെടെ 3 ഡോക്ടർമാരുടെ സേവനം അവിടെ ലഭിക്കുന്നുണ്ട്. എന്നാൽ അവിടെ ഒരു നേഴ്സിംഗ് ഓഫീസർ എന്നുള്ള തസ്തിക ഉണ്ടായിരുന്നില്ല. അതിപ്പോൾ സർക്കാർ ആ പുതിയ തസ്തിക അനുവദിച്ചിട്ടുണ്ട്. വലിയ താമസമില്ലാതെ ഒരു നേഴ്സിംഗ് ഓഫീസർ അവിടെ വരും. അതോടൊപ്പം തന്നെ ഒരു ഫാർമസിസ്റ്റിൻ്റെ തസ്തിക കൂടി പുന്നേക്കാട് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ഗവൺമെൻറ് അനുവദിച്ചിട്ടുണ്ട്. കീരമ്പാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗോപി MP അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് അംഗം റഷീദ സലീം സ്വാഗതം ആശംസിച്ചു. ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് മെമ്പർ KK ദാനി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ലിസി ജോസഫ്, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബീന റോജോ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സിനി ബിജു, വിദ്യാഭ്യാസകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മഞ്ജു സാബു, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ബേസിൽ ബേബി, മാമച്ചൻ ജോസഫ്, ഷാൻഡി ജോസ്, VC ചാക്കോ, ആശാമോൾ ജയപ്രകാശ്, ലിസി ജോസ്, VK വർഗീസ്, അൽഫോൺസ സാജു എന്നിവർ സംബന്ധിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജിജോ ആന്റണി നന്ദി രേഖപ്പെടുത്തി. ചടങ്ങിനോടനുബന്ധിച്ച് കുട്ടികളുടെ ഫാഷൻ ഷോ, കുടുംബശ്രീ അംഗങ്ങളുടെ കലാപരിപാടികൾ, കലാസന്ധ്യ എന്നിവ സംഘടിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. കീരമ്പാറ സെന്റ് സെബാസ്റ്റ്യൻസ് ഇടവക സൺഡേ സ്കൂളിൽ ജീവിത മാർഗദർശക സെമിനാർ നടത്തി. ഇടവക വികാരി ഫാദർ മാത്യു കൊച്ചുപുരയ്ക്കൽ ഉദ്ഘാടനം നിർവഹിച്ചു. സൺഡേ സ്കൂൾ ഹെഡ് മിസ്ട്രസ് ജിൻസി ജോമോൻ അധ്യക്ഷത വഹിച്ചു. കീരമ്പാറ സെന്റ് സെബാസ്റ്റ്യൻസ് ഇടവക സൺഡേ സ്കൂളിൽ ജീവിത മാർഗദർശക സെമിനാർ നടത്തി. ഇടവക വികാരി ഫാദർ മാത്യു കൊച്ചുപുരയ്ക്കൽ ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മുടെ വ്യക്തിത്വ വികസനത്തിനും അതുപോലെ കുടുംബത്തിലുള്ള നമ്മുടെ പെരുമാറ്റ പ്രകാരമായിരിക്കണം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയും നമ്മൾ സംസാരിക്കുന്നതിന് വേണ്ടിയാണ് സിസ്റ്റർ വന്നിരിക്കുന്നത്. സിസ്റ്റർ പറയുന്ന ചില കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ടതുണ്ട്. നമുക്ക് തന്നെ ഓരോരുത്തരെ കുറിച്ച് അറിയാം, എങ്ങനെയാണ് ഞാൻ ജീവിക്കുന്നത്, എന്റെ ക്ലാസ്സുകളുടെ പെരുമാറ്റം എങ്ങനെയാണ്, എന്റെ വീട്ടിലുള്ള പെരുമാറ്റം എങ്ങനെയാണ്. അപ്പൊ നല്ല രീതിയിൽ ഏറ്റവും നല്ല കുഞ്ഞുങ്ങളെ വാർത്തെടുക്കാൻ വേണ്ടിയാണ് ഈ അധ്യാപകരെല്ലാം കഠിനാധ്വാനം ചെയ്യുന്നത്. നിങ്ങൾക്കറിയാം, എല്ലാ ഞായറാഴ്ചയും ബഹുമാനപ്പെട്ട അധ്യാപകർ ക്ലാസ് എടുക്കുന്നു, പരീക്ഷ നടത്തുന്നു, നിങ്ങളുടെ ഓരോ കാര്യങ്ങളും അധികമായിട്ട് ശ്രദ്ധിക്കുന്നു. അതിലൊക്കെ ഞങ്ങൾ ആഗ്രഹിക്കുന്നതാണ് ഈ കീരമ്പാറയിലെ ഏറ്റവും നല്ല കുഞ്ഞുങ്ങളായിട്ട് നിങ്ങൾ വളർന്നു വരണമെന്നാണ്. അപ്പൊ അതിന് നമ്മളെ സഹായിക്കുന്ന ഒരു ക്ലാസ്സുകൾ അവിടെ അറേഞ്ച് ചെയ്യുന്നത് നമ്മുടെ സിസ്റ്റർ നമുക്ക് ക്ലാസ് എടുക്കാനായിട്ട് വന്നിരിക്കുന്നു. നമുക്ക് വളരെ ശ്രദ്ധയോടെ തന്നെ ഈ ക്ലാസ്സിൽ പങ്കെടുക്കാം. മാറുന്ന കാലഘട്ടം കുട്ടികൾ വഴിതെറ്റിപ്പോകാൻ സാധ്യതയുള്ള സാഹചര്യങ്ങളാണ് സൃഷ്ടിക്കുന്നതെന്നും അതിനാൽ നാം ജാഗ്രതയുള്ളവരാകണമെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. സൺഡേ സ്കൂൾ ഹെഡ് മിസ്ട്രസ് ജിൻസി ജോമോൻ അധ്യക്ഷത വഹിച്ചു. സ്കൂൾ ഓഫ് ഗ്രേസ് അധ്യാപിക സിസ്റ്റർ ഷൈനി ഗ്രേസ് ക്ലാസ് നയിച്ചു. സിസ്റ്റർ അതായത് ഇന്ന് നമ്മുടെ വിശുദ്ധരൊക്കെ എന്താ പറയുക, ജീവിച്ചിരിക്കുമ്പോൾ ഒത്തിരി പുണ്യങ്ങൾ ചെയ്തിട്ടുണ്ടാവും അവർ ഈശോയ്ക്ക് വേണ്ടി. ഇപ്പൊ കാരണം വിശുദ്ധരാന്ന് എല്ലാവർക്കും അറിയാം അല്ലെ. അപ്പൊ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കാനുള്ള കാര്യങ്ങൾ ക്രമീകരണങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുക. ഈ വിശുദ്ധ ഫിലോമിനയെ സംബന്ധിച്ച് വിശുദ്ധ ഫിലോമിന മരിച്ചതോ ജീവിച്ചതോ എവിടെയോ ഒന്നും ആർക്കും ഒരു അറിവുണ്ടായിരുന്നില്ല. എന്നാൽ ഈ വിശുദ്ധ ഫിലോമിന തന്നെ ഈ മരണശേഷം കുറെ നൂറ്റാണ്ടുകൾക്ക് ശേഷം, അതായത് 19ാം നൂറ്റാണ്ടിലാണ് ഫിലോമിന ജീവിച്ചത്. 1800 സംതിങ്ങിലാണ് ജീവിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ഈ വിശുദ്ധയുടെ രേഖകളൊന്നുമില്ല. അതായത് നമുക്ക് വത്തിക്കാനിൽ നമുക്കൊരു കലണ്ടറൊക്കെ ഉണ്ട്, വിശുദ്ധരുടെ കലണ്ടറൊക്കെ ഉണ്ട്. അപ്പൊ ആ കലണ്ടറിനകത്ത് ഈ വിശുദ്ധയുടെ പേരില്ല. ഇവളെന്താ ജീവിച്ചതെന്നോ മരിച്ചതെന്നോ എവിടെ ജീവിച്ചതെന്നോ ഒന്നും ആർക്കും അറിയത്തില്ല. പക്ഷേ നൂറ്റാണ്ടുകൾക്ക് ശേഷം ഈ വിശുദ്ധ തന്നെ ഈ വിശുദ്ധയെ കുറിച്ച് വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതായത് നമ്മുടെ ഈ ടൂമ്പില്ലേ, കല്ലറകളില്ലേ, ഇതുപോലെ ഒരു സ്ഥലത്ത് കുറെ കല്ലറകൾ തുറക്കാൻ വേണ്ടിയിട്ട് വലിയ JCB ഉപയോഗിച്ചിട്ട് കല്ലറ തുറന്ന് അവിടെ എല്ലാം ക്ലീൻ ചെയ്യാൻ പോവാം. ഒത്തിരി നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അടക്കം ചെയ്യപ്പെട്ടിരുന്നവരാണ്. കുറെ രക്തസാക്ഷികളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. ഗ്രേസ് ലൈറ്റ്, ലിനു ഷിബി, ജോസ് കച്ചിറയിൽ, ജോൺസൺ കറുകപ്പള്ളി, ഷോജി കണ്ണമ്പുഴ, മെറീന സൈൻ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കീരമ്പാറ. നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ റാഗിങ്ങിൽ പ്രതിഷേധിച്ച് ആം ആദ്മി പാർട്ടി കോതമംഗലത്ത് മെഴുകുതിരി ദീപം തെളിയിച്ച് പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചു.
പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗം ജോൺസൺ കറുകപ്പിള്ളിൽ ഉദ്ഘാടനം ചെയ്തു. കലാലയ രാഷ്ട്രീയത്തിൽ കടിഞ്ഞാണിടാതെ അക്രമ രാഷ്ട്രീയത്തെ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാടാണ് സർക്കാർ സ്വീകരിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. നിയോജക മണ്ഡലം പ്രസിഡന്റ് ബിജോയ് പുളിക്കൽ അധ്യക്ഷത വഹിച്ചു. കോട്ടയം സർക്കാർ കോളേജിൽ നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ റാഗിങ്ങിൽ പ്രതിഷേധിച്ച് ആം ആദ്മി പാർട്ടി കോതമംഗലം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോതമംഗലത്ത് മെഴുകുതിരി ദീപം തെളിയിച്ച് പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചു. പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗം ജോൺസൺ കറുകപ്പിള്ളിൽ ഉദ്ഘാടനം നിർവഹിച്ചു. എത്രമാത്രം ക്രൂരമായ വിനോദമാണ് അവരവിടെ ചെയ്തു വെച്ചിരിക്കുന്നത്. ഒരു മനുഷ്യന്റെ പച്ച മാംസത്തിലേക്ക് നമുക്കറിയാം, ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരു ഇഞ്ചക്ഷൻ എടുക്കണമെന്ന് പറഞ്ഞാൽ സൂചി കാണുമ്പോൾ ഒരുപക്ഷെ ഏത് കഠിന ഹൃദയമുള്ള വ്യക്തിയും ഒരുപക്ഷെ ഒന്ന് വിറങ്ങലിച്ചു പോകും. കാരണം പച്ച മാംസത്തിലേക്കാണ് സൂചി കുത്തിയിറക്കുക. ഒരു സൂചിയുടെ 10-50 ഇരട്ടി മടങ്ങുള്ള കോമ്പസ് കൊണ്ട് എണ്ണം പറഞ്ഞ് കുത്തി രസിച്ച് ചിരിക്കുന്ന അട്ടഹസിക്കുന്ന ക്രൂര വിനോദത്തിന്റെ ഉടമകളായിട്ടുള്ള കാപാലികളെന്ന് ഞാൻ അവരെ വിളിക്കും. അത്തരത്തിലുള്ള കാപാലികൾ ചെയ്ത ഈ ക്രൂരകൃത്യം ഇനി ഇങ്ങനെ ഒരു ക്രൂരകൃത്യം ഉണ്ടാവാതിരിക്കാൻ മനുഷ്യ മനസ്സാക്ഷി ഉണരണം. എന്നെ ശ്രമിക്കുന്ന പ്രിയ സമൂഹമേ, ഇത്തരത്തിലുള്ള ക്രൂരകൃത്യങ്ങൾ ഇന്ന് അല്ലെങ്കിൽ നാളെ നമ്മളെയും നമ്മുടെ മക്കളെയും നമ്മുടെ അനുജന്റെയും അനുജത്തിയുടെയും ഒക്കെ ജീവിതത്തിൽ ഒരുപക്ഷെ സംഭവിക്കാം. അതുകൊണ്ടാണ് ഞങ്ങളിവിടെ പറയുക, ക്യാമ്പസിൽ നിന്നും ഇത്തരത്തിലുള്ള അക്രമ രാഷ്ട്രീയം, ഇത്തരത്തിലുള്ള ക്രൂരമായ റാഗിങ്ങുകൾ നിരോധിക്കണമെന്ന് പറയുക. നമ്മൾ കണ്ടതല്ലേ, സിദ്ധാർത്ഥൻ എന്ന് പറയുന്ന ഒരു യുവാവ് മെഡിക്കൽ കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന യുവാവിനെ അതിക്രൂരമായി കൊല ചെയ്യപ്പെട്ടിട്ട് 1 വർഷം തികയാണ്. അവർ ഇന്ന് എവിടെയാണ്? ഇവിടുത്തെ കേരളത്തിലെ സംസ്കാരം, കേരളത്തിലെ നിയമങ്ങൾ, കേരളത്തിലെ ഭരണ സംവിധാനങ്ങൾ. കോട്ടയം സർക്കാർ നഴ്സിംഗ് കോളേജിൽ നടന്ന റാഗിങ്ങിൽ സർക്കാർ നിലപാട് കലാലയ രാഷ്ട്രീയത്തിൽ കടിഞ്ഞാണിടാതെ അക്രമ രാഷ്ട്രീയത്തെ പ്രോത്സാഹിപ്പിക്കുന്നതാണെന്നും പൂക്കോട് വെറ്റിനറി കോളേജിലെ സിദ്ധാർത്ഥന്റെ മരണത്തിലും പാഠങ്ങൾ ഉൾക്കൊള്ളാൻ ഇനിയും കേരളത്തിന് കഴിഞ്ഞിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. റാഗിങ്ങിനിരയായ വിദ്യാർത്ഥികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച നിയോജക മണ്ഡലം സെക്രട്ടറി റെജി ജോർജ് മെഴുകുതിരി ദീപം തെളിയിച്ച് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. നിയോജക മണ്ഡലം പ്രസിഡന്റ് ബിജോയ് പുളിക്കൽ അധ്യക്ഷത വഹിച്ചു. ആം ആദ്മി പാർട്ടി എറണാകുളം ജില്ലാ വൈസ് പ്രസിഡന്റ് ഗോപിനാഥൻ KS മുഖ്യപ്രഭാഷണം നടത്തി. MA രവി കീരമ്പാറ, പിയേഴ്സൺ K ഐസക്, CK സുകുമാരൻ, ട്രഷറർ ലാലു മാത്യു, അനി PT, മുനിസിപ്പൽ മണ്ഡലം പ്രസിഡന്റ് സാബു കുരിശിങ്കൽ, ലീഗൽ വിംഗ് പ്രസിഡന്റ് ഹെൻസൺ കണ്ണാടൻ, ചെറിയാൻ പെലക്കുടി, വനിതാ വിംഗ് പ്രസിഡന്റ് ശാന്തമ്മ ജോർജ്, തങ്കച്ചൻ കോട്ടപ്പടി, സുരേഷ് IS, രാജപ്പൻ നേരിമംഗലം, രവി ഇഞ്ചൂർ, ബിനോയ് വർഗീസ് എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പിനെതിരെ വേട്ടാമ്പാറ പൗരസമിതിയുടെ പ്രതിഷേധ ധർണ പ്രമുഖ സാമൂഹിക പരിസ്ഥിതി പ്രവർത്തകനായ ഷാജി ജോർജ് ഉദ്ഘാടനം ചെയ്തു. പൗരസമിതി പ്രസിഡന്റ് സോവി കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. പൗരസമിതി കോർഡിനേറ്റർ KU ജോസ് സ്വാഗതം ആശംസിച്ചു. രക്ഷാധികാരിയും വേട്ടാമ്പാറ സെന്റ് സെബാസ്റ്റ്യൻസ് പള്ളി വികാരിയുമായ ഫാദർ ജോഷി നിരപ്പേൽ മുഖ്യപ്രഭാഷണം നടത്തി. മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പ് ഹൈക്കോടതിയിൽ സമർപ്പിച്ച തെറ്റായ സത്യവാങ്മൂലത്തിനെതിരെ വകുപ്പിന്റെ ജില്ലാ ഓഫീസിന് മുൻപിൽ വേട്ടമ്പാറ പൗരസമിതി പ്രതിഷേധ ധർണ നടത്തി. വേട്ടമ്പാറ നോബൽ ഗ്രാനൈറ്റ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിന് പരിസ്ഥിതി മലിനീകരണവും അനധികൃത ഖനനവും നടത്തിയതിന്റെ പേരിൽ പിണ്ടിമന പഞ്ചായത്ത് ലൈസൻസ് പുതുക്കി നൽകിയിരുന്നില്ല. പിന്നീട് സ്ഥലത്ത് അനധികൃത ഖനനം നടക്കുന്നതായി മനസ്സിലാക്കാൻ സാധിച്ചില്ലെന്ന തെറ്റായ സത്യവാങ്മൂലം സമർപ്പിക്കുകയാണ് മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പ് മേധാവികൾ ചെയ്തത്. സ്ഥാപനം പുതിയൊരു പാറമട ആരംഭിക്കുന്നതിനും ഇവരുടെ ഒത്താശ ഉണ്ടെന്നും പൗരസമിതി ആരോപിക്കുന്നു. പ്രതിഷേധ ധർണ പ്രമുഖ സാമൂഹിക പരിസ്ഥിതി പ്രവർത്തകനായ ഷാജി ജോർജ് ഉദ്ഘാടനം ചെയ്തു. എല്ലാ വിഭാഗം രാഷ്ട്രീയ വിശ്വാസമുള്ളവരും എല്ലാ മതവിശ്വാസികളും ഒക്കെ ഈ പൗരസമിതിയിൽ ഒത്തുചേർന്നുകൊണ്ടാണ് ജനജീവിതത്തിന് വേണ്ടിയുള്ള ഒരു സമരവുമായി മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് ജില്ലാ കളക്ടറും അതിന് കീഴിലുള്ള മറ്റ് സംവിധാനങ്ങളുമൊക്കെ ഈ പ്രശ്നത്തിൽ അടിയന്തരമായി ഇടപെടുകയും അവിടെ കോറി പ്രവർത്തിക്കാനുള്ള അവകാശത്തെ പൂർണ്ണമായി നിഷേധിക്കുകയും അങ്ങനെ പ്രവർത്തിച്ചതിന്റെ പേരിൽ അവർ ആ പ്രദേശത്തുണ്ടാക്കിയിട്ടുള്ള നഷ്ടങ്ങൾക്ക് തക്ക ശിക്ഷ നൽകുകയും സാമ്പത്തികമായി അവർക്ക് ശിക്ഷ നൽകുകയൊക്കെ ചെയ്യണമെന്ന് വളരെ വിനയപുരസ്സരം മര്യാദയുടെ പേരിൽ നീതിയുടെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. ഈ സമരം ആർക്കെങ്കിലും എതിരായിട്ടുള്ള ഒരു സമരമല്ല. നമ്മൾ എപ്പോഴും വിളിച്ചു പറയുന്ന മുദ്രാവാക്യം പോലെ ഇത് ജീവിക്കാനുള്ള സമരമാണ്. ജനങ്ങൾക്ക് തങ്ങളുടെ നാട്ടിൽ തുറന്നു വീണ നാട്ടിൽ മാന്യമായി ജീവിക്കാനുള്ള അവകാശത്തിന് വേണ്ടിയാണ് സമരം ചെയ്യുന്നത്. പൗരസമിതി പ്രസിഡന്റ് സോവി കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. പൗരസമിതി കോർഡിനേറ്റർ KU ജോസ് സ്വാഗതം ആശംസിച്ചു. രക്ഷാധികാരിയും വേട്ടമ്പാറ സെന്റ് സെബാസ്റ്റ്യൻസ് പള്ളി വികാരിയുമായ ഫാദർ ജോഷി നിരപ്പേൽ മുഖ്യപ്രഭാഷണം നടത്തി.
പിണ്ടിമന ഗ്രാമപഞ്ചായത്ത് 1-ാം വാർഡ് മെമ്പർ സിബി പോൾ, പൗരസമിതി ഭാരവാഹികളായ EK ചന്ദ്രൻ, മൈക്കിൾ കൈതക്കൽ, KA ജോസഫ്, MS എബ്രാഹാം, ജസ്റ്റിൻ ജോസ് തുടങ്ങിയവർ അഭിവാദ്യങ്ങൾ അർപ്പിച്ച് പ്രസംഗിച്ചു. നിരവധി പ്രവർത്തകർ പങ്കെടുത്ത ധർണയ്ക്ക് ശേഷം പരാതികളും പ്രതിഷേധക്കുറിപ്പും രേഖാമൂലം മൈനിംഗ് ആൻഡ് ജിയോളജി വകുപ്പിൽ സമർപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. NRCT SNV ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു വന്നിരുന്ന സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളുടെ ജില്ലാ ആനുവൽ ക്യാമ്പ് സമാപിച്ചു. 4 ദിവസങ്ങളിലായി നടന്ന ക്യാമ്പിൽ ഉടുമ്പൻചോല MLA MM മണി ഉൾപ്പെടെയുള്ളവർ സന്ദർശനം നടത്തി. സമാപന ചടങ്ങിൽ കേഡറ്റുകളുടെ സെറിമോണിയൽ പരേഡും പാസിംഗ് ഔട്ട് പരേഡും നടത്തി. ഇടുക്കി പോലീസ് മേധാവി TK വിഷ്ണു പ്രദീപ് IPS കേഡറ്റുകളുടെ സല്യൂട്ട് സ്വീകരിച്ചു. കഴിഞ്ഞ 4 ദിവസമായി NRCT SNV ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നുവന്ന സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളുടെ ജില്ലാ ആനുവൽ ക്യാമ്പ് സമാപിച്ചു. ഡിസൈൻ സ്ക്വാഡ് എന്ന പേരിൽ NRCT സ്കൂൾ ഗ്രൗണ്ടിൽ കേഡറ്റുകളുടെ സെറിമോണിയൽ പരേഡോടുകൂടിയാണ് സമാപിച്ചത്. രാജാക്കാട് NRCT സ്കൂളിലെ കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡും നടത്തി. ഇടുക്കി പോലീസ് മേധാവി TK വിഷ്ണു പ്രദീപ് IPS കേഡറ്റുകളുടെ സല്യൂട്ട് സ്വീകരിച്ചു. ഉയർന്ന പൗരബോധവും സാമൂഹിക പ്രതിബദ്ധതയുമുള്ള സമൂഹത്തിലെ അക്രമത്തിനും അനീതിക്കുമെതിരെ പോരാടുന്ന ഒരു ഉയർന്ന ജനാധിപത്യ മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു സമൂഹത്തെ, ഒരു പുതുതലമുറയെ വാർത്തെടുക്കുന്ന കേരളത്തിന് ഏറെ അഭിമാനം നൽകുന്ന ഒരു പ്രോജക്റ്റാണ് SPC സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പ്രോജക്റ്റ്. രാജ്യത്ത് തന്നെ പല സംസ്ഥാനങ്ങളിലും അതുപോലെ മറ്റ് രാജ്യങ്ങളിൽ പോലും ഈ ഒരു പ്രോജക്റ്റ് ഇതിൽ നിന്ന് ഇൻസ്പയർ ആയിട്ട് ഇതിൻ്റെ മോഡൽസ് റെപ്ലിക്കേറ്റ് ചെയ്യുന്നുണ്ടെന്നുള്ളത് വളരെ അഭിമാനം നൽകുന്ന ഒരു കാര്യമാണ്. അപ്പം നിങ്ങളെല്ലാവർക്കും വലിയൊരു റെസ്പോൺസിബിലിറ്റിയാണ് ഉള്ളത്. ഉയർന്ന പൗരബോധം എന്നും നിങ്ങളിൽ ഉണ്ടായിരിക്കണം. നിങ്ങൾ ഈ ട്രെയിനിങ് കാലയളവിൽ ഒട്ടനവധി കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ട്രെയിനിങ്ങിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളെ ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. ഒരുപാട് മൂല്യങ്ങൾ നിങ്ങൾ ഉൾക്കൊണ്ട് കഴിഞ്ഞു. അതെല്ലാം മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ സമൂഹത്തിലെ തിന്മകൾക്കെതിരെ പ്രവർത്തിച്ചുകൊണ്ട് നിങ്ങളുടെ ലക്ഷ്യങ്ങളെ തിരിച്ചറിഞ്ഞ് നിങ്ങളുടെ ലക്ഷ്യങ്ങളിലേക്കുള്ള യാത്ര തുടരുക. സേവിച്ചുകൊണ്ട് ഇന്ത്യയുടെ അഭിമാന സ്തംഭമായ ദേശീയ പതാകയെ കേഡറ്റുകൾ ഇതാ ഗ്രൗണ്ടിലേക്ക് എത്തിച്ചേരുകയായി. സല്യൂട്ട് ചെയ്യേണ്ടുന്നതും ഗ്രൗണ്ടിൽ സന്നിഹിതരായിരിക്കുന്ന മറ്റ് മുഴുവൻ ആളുകളും എഴുന്നേറ്റ് അറ്റൻഷനായി നിൽക്കേണ്ടുന്നതുമാണ്. വിശ്വമഹാകവി അർജുൻ ശ്രീജേഷ് നേതൃത്വം നൽകുന്ന 11-ാം നമ്പർ പ്ലറ്റൂൺ, 12-ാം നമ്പർ പ്ലറ്റൂണിന് നേതൃത്വം നൽകുന്ന കുമാരി അനന്തലക്ഷ്മി, ഗോകുൽ നായർ നേതൃത്വം നൽകുന്ന 13-ാം നമ്പർ പ്ലറ്റൂൺ, ബഹുമാനം അലീന ജോസ് നേതൃത്വം നൽകുന്ന 14-ാം നമ്പർ പ്ലാറ്റൂൺ, 15-ാം നമ്പർ പ്ലാറ്റൂണിന് നേതൃത്വം നൽകുന്നത് VS ഹരിഗോവിന്ദ്, ബഹുമാനപ്പെട്ട ജില്ലാ പോലീസ് മേധാവിക്ക് ഏറെയധികം സ്നേഹപൂർവ്വം ഈ പരിപാടിക്ക് വേണ്ടി നന്ദി അർപ്പിക്കുകയാണ്. നമുക്ക് നല്ലൊരു കൈയടി കൊടുത്ത് അവരെ പ്രോത്സാഹിപ്പിക്കാം. അഡീഷണൽ ജില്ലാ നോഡൽ ഓഫീസർ SR സുരേഷ് ബാബു, SI അജി അരവിന്ദ്, DI മധു ജോസഫ്, ജോസ്മി സുരേഷ് എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി. പരേഡ്, കൾച്ചറൽ പ്രോഗ്രാം, പ്രമുഖ വ്യക്തിത്വങ്ങളുമായുള്ള സംവാദം, ലഹരി വിരുദ്ധ ക്യാമ്പയിൻ, വിവിധ കലാപരിപാടികൾ എന്നിവ സംഘടിപ്പിച്ചു. ഉടുമ്പൻചോല MLA MM മണി ക്യാമ്പിൽ സന്ദർശനം നടത്തിയിരുന്നു. എറണാകുളം റേഞ്ച് DIG ഡോക്ടർ സതീഷ് ബിനോ IPS, ഇടുക്കി പോലീസ് മേധാവി TK വിഷ്ണു പ്രദീപ് IPS, SPC ജില്ലാ നോഡൽ ഓഫീസർ ഗിരീഷ് P സാരഥി, 3 DYSP അലക്സ് ബേബി എന്നിവരുമായി ക്യാമ്പിലെ കേഡറ്റുകൾ സംവാദം നടത്തി. ന്യൂസ് ബ്യൂറോ, രാജാക്കാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മതമൈത്രിയുടെ പ്രവാചകൻ ഫാദർ ആൽബർട്ട് നമ്പ്യാപറമ്പിൽ CMI അനുസ്മരണ സമ്മേളനം തൊടുപുഴ ഉപാസന ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു. PG ജോസഫ് MLA ഉദ്ഘാടനം നിർവഹിച്ചു. വണ്ണപ്പുറം കമ്പകക്കാനത്ത് കാട്ടുതീ. റോഡരികിൽ കൂട്ടിയിട്ടിരുന്ന ചപ്പുചവറുകളിൽ നിന്നാണ് തീ പടർന്നതെന്നാണ് നിഗമനം. പാതവില തട്ടിപ്പിന് ഇരയായവരുടെ പ്രതിഷേധ സംഗമം കരിമണ്ണൂർ കുന്നപ്പള്ളി ഓഡിറ്റോറിയത്തിൽ നടന്നു. തൊടുപുഴ ഇളന്തേശം ബ്ലോക്കുകളുടെ കീഴിലുള്ള 350-ൽ പരം ആളുകൾ പങ്കെടുത്തു. BJP ഇടുക്കി ജില്ലാ നോർത്ത് പ്രസിഡന്റായി PP സാനുവും തൊടുപുഴ മണ്ഡലം പ്രസിഡന്റായി ശ്രീകാന്ത് കാഞ്ഞിരമറ്റവും ചുമതലയേറ്റു. യോഗം BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി C കൃഷ്ണകുമാർ ഉദ്ഘാടനം ചെയ്തു.
മന്ന ചാരിറ്റബിൾ ട്രസ്റ്റിന്റെയും ഉമ്മൻചാണ്ടി സ്നേഹസ്പർശം പദ്ധതിയുടെയും ഭാഗമായി കഞ്ഞിക്കുഴി മഴുവടി ഉമ്മൻചാണ്ടി കോളനിയിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് നടത്തി. ക്യാമ്പിന്റെ ഉദ്ഘാടനം ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് നിർവഹിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.